എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും? അപ്പോൾ വിദ്യാർത്ഥികളോട് 22, 23 തീയതികളിലായിട്ട് ട്രാൻസ്ഫർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലറൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂലൈ മാസമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ പല വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് ചോദിക്കുന്ന കാര്യമാണ്, ജൂലൈ 31 ശേഷമായിരിക്കുമോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിലവിൽ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ജൂലൈ 31 ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സർക്കുലറൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാം. അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ ആയിട്ട് ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകും. അപ്പോൾ നിലവിൽ ICT സെല്ലിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം വിദ്യാർത്ഥികളുടെ അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ സർക്കുലറും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഗവൺമെൻറ്റിൽ നിന്നും വരികയാണെങ്കിൽ ആ ഒരു സപ്ലിമെൻ്ററിക്ക് മുൻപ് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം അഥവാ ഈ ഒരു സർക്കുലർ വന്നിട്ടില്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുക എന്നും ആണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കോഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഹ്യൂമാനിറ്റീസ് ആണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയത്, കൊമേഴ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൊമേഴ്സിലേക്ക് മാറാനായിട്ട് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നിങ്ങളുടെ അതായത് ഏത് സ്കൂളിലാണോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാവുന്നതാണ്. 24-ാം തീയതി അതായത് 24-ാം തീയതി മുതൽ, അതായത് തിങ്കളാഴ്ച വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോക്കാം. അതായത് ഇതുവരെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ആദ്യ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ 2, 3 അലോട്ട്മെൻറ്റുകളിൽ ഒന്നാം ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അതായത് ഒന്നാമത്തെ ഓപ്ഷനിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒഴികെ ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഏകദേശം ഫസ്റ്റ് സപ്ലിമെൻ്ററിക്കല്ല ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ട്രാൻസ്ഫർ, ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഒരു ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് മറ്റൊരു ട്രാൻസ്ഫർ എന്ന രീതിയിലായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുൻ വർഷം ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക്, അതായത് ആ ഒരു സമയത്ത് ആദ്യം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ വരെ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു സപ്ലിമെൻ്ററി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ സപ്ലിമെൻ്ററിക്ക് ശേഷമായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അതേ രീതിയിൽ നടക്കാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത. എന്തെങ്കിലും കാരണവശാൽ സർക്കാരിൽ നിന്ന് ഉത്തരവ് വരികയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നേരത്തെ, അതായത് ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് മുൻപ് തന്നെ നടക്കാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രകാരം മറ്റു ജില്ലകളിൽ സീറ്റ് വർദ്ധിപ്പിക്കുമോ എന്നുള്ളതാണ്. നിലവിൽ സീറ്റ് വർധനയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഉത്തരവുകളും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് വർധന ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അറിയിപ്പും ഇല്ല, അതായത് ഒരു അറിവും ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സീറ്റ് വേക്കൻസി പ്രകാരമായിരിക്കും അഡ്മിഷൻ നടപടികളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമായിരുന്നു ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷിക്കാം. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂൾ മാറണമോ? അത് ആ ട്രാൻസ്ഫർ നിങ്ങൾക്ക് അപേക്ഷിച്ചു പക്ഷെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ഉള്ളത് അവിടെ തുടർന്നും പഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്, സ്കൂളാണോ അല്ലെങ്കിൽ സ്കൂളും കോഴ്സും ആണോ അല്ലെങ്കിൽ മറ്റൊരു
സ്കൂളിൽ അതായത് മറ്റൊരു കോഴ്സിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിക്കുന്ന സ്കൂളിൽ നിന്നും മാറേണ്ടതായിട്ട് അല്ലെങ്കിൽ കോഴ്സിൽ നിന്നും മാറേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഫീസ് അടച്ചത്, അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അടച്ച ഫീസൊക്കെ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 1 ശേഷമോ അല്ലെങ്കിൽ അത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപ് സർക്കുലർ വരികയാണെങ്കിൽ അതിന് മുമ്പോ അപേക്ഷിക്കാൻ സാധിക്കും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിധത്തിലുള്ള ട്രാൻസ്ഫർ സർക്കുലറും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.